ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ പോയ വട്ടം ബീഫിൻ്റെ നാക്ക് റോസ്റ്റ് ഇട്ടത് ഏകദേശം കുറേ പേര് കണ്ടു, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ഹാർട്ടാണ്. ഹാർട്ട് നല്ല പെപ്പറൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ള ബീഫ് ഹാർട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഏകദേശം 1 kg ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു 4-5 പേരുള്ളൂ, അപ്പോൾ തന്നെ ധാരാളം. 1 kg ഒരു ബീഫിൻ്റെ ഹാർട്ടാണത്. അല്ലേ, നല്ല പെപ്പറൊക്കെ നല്ല കയറ്റിയിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് വിറകടുപ്പിലാണ് നമ്മൾ ചെയ്യണമെന്ന്. നമ്മളിന്ന് ഗ്യാസിലല്ല, വിറകടുപ്പിലാണ് ചെയ്യണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ കൊഴുപ്പാണ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കൊഴുപ്പ് ഇതൊന്നും വേണ്ട. ഈ സാധനം ഇതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ മാറ്റണം കേട്ടോ. കാരണം എന്താ പറയുക, ഓവർ കൊഴുപ്പായാലേ ഇതാവും. കുറച്ച് വേണം. നമ്മളിത് ആദ്യമായിട്ട് കഴിക്കണം, നമ്മളിതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആരും ഇത് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ഏകദേശം ഫാറ്റൊക്കെ എടുത്ത് കഴിഞ്ഞു. കുറച്ച് ഫാറ്റ് ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ബ്ലഡൊന്നും ഇല്ല കേട്ടോ, നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ നമ്മൾ വാങ്ങിയത്. അത് കാരണം ബ്ലഡൊന്നും ഇല്ല. എന്നാലും നമ്മൾ മുറിച്ചിട്ടൊന്ന് കഴുകണം കേട്ടോ. അപ്പം നമ്മളിതൊക്കെ വെട്ടി പീസാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല കഴുകണം, ഒരു 2-3 വട്ടെങ്കിലും കഴുകണം. ഓക്കെ, നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം, എന്നിട്ട് അടുത്ത മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, ഇതിന് മെയിനായിട്ട് നമ്മൾ ചെറിയുള്ളിയാണ് ഇടുന്നത്. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള കുറച്ചിട്ടായി. അടുത്ത് നമുക്കൊരു 4-5 പച്ചമുളക് എടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യാം. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കണ്ട, നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അടുത്ത നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല പച്ചസ്മെല്ലൊക്കെ പോകണം. അതുവരെ നല്ല വയ്ക്കുക. അടുത്ത നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളി ഇടുമ്പോൾ ഉള്ളിയൊക്കെ നല്ല മിക്സ് ചെയ്ത് അടുത്ത നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ലേശം ഇത് ഗ്രേവി, ഈ സവാള ഇട്ടാലേ കുറച്ച് ഗ്രേവി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ്, പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാവരും ആ ഉള്ളിയുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറിയിട്ടാണ് നമുക്ക് പൊടികളിട്ട് കൊടുക്കുക. കളറൊന്ന് മാറട്ടെ. ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. കണ്ടോ? ഫസ്റ്റ് മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് കൂടുതൽ ഇടണം. കാശ്മീരി ചില്ലി, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പൊടികളൊക്കെ ഇട്ടു. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് വേണം, ആ ഒരു റോസ് സ്മെല്ലൊന്ന് പോകാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർട്ട്, ബീഫിൻ്റെ ഹാർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ ഇനിയിപ്പോൾ ഹാർട്ട് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഏകദേശം റോസ് സ്മെല്ലൊക്കെ പോയി ഇതായിട്ടുണ്ട്. ഹാർട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്, നല്ല ഇളക്കുക. കാരണം ഇതൊന്ന് കുറച്ച് വെള്ളം വരും. നല്ല ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കണ പോലെ കണ്ടാ, അങ്ങനെ എല്ലാ സ്ഥലത്തും മസാല പിടിക്കണ പോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് വെള്ളം ഇറങ്ങില്ല. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം അതിന് വെള്ളം ഇറങ്ങും. കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. കണ്ട വെള്ളം വന്നിരിക്കുന്ന, ഇതൊന്ന് വെള്ളം വരും. എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇത് വേവാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ലേശട്ടോ, കാരണം അതൊന്ന് വേവണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് ഇളക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹാർട്ട് കണ്ട വെട്ടിത്തിളയ്ക്കുന്നു. കാരണം നമ്മൾ വിറകടുപ്പിൽ വെക്കുമ്പോഴേ ടേസ്റ്റ് വേറെയാണ്. നമുക്ക് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് കേട്ടോ പെപ്പർ പൗഡർ ഉണ്ട്. കാരണം ഇത് കുരുമുളക് ഇട്ട്, നമ്മൾ മുളക് പൊടി അധികം ഇട്ടിട്ടില്ല. പെപ്പർ ഇട്ട് കൊടുക്കണം. പെപ്പർ കുറച്ച് കേക്ക് ഇട്ട് കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല വരണ്ട് വരുന്നുണ്ട്. അതിനെന്താ ഭംഗി വയ്ക്കുക. കറണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത്
കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. നല്ല മണമായിരുന്നു. കുറച്ച് മല്ലിയില, അടുത്ത് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഇടണമെന്നില്ല, ഇതിപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് അങ്ങനെ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ അടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നോക്കിയ സാധനം നോക്കിയ എന്താ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ലേശം, ഒരു സ്മെല്ലിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടാ, അടിപൊളിയാ. സംഭവം ഇവിടെ റെഡിയായി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ലൈറ്റിക്കകത്ത് വേഗം നമുക്ക് എല്ലാവർക്കും ടേസ്റ്റിങ്ങിനും കൊടുക്കുക, നമ്മളും കഴിക്കുക. സംഭവം റെഡിയായി. അപ്പം പ്ലേറ്റിക്ക് മാറ്റാം. സാധനം നോക്കി. അതിലെ പൊറോട്ടയ്ക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്, പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലെമൺ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഹാർട്ട് കുരുമുളക് ഇട്ട് നല്ല റോസ്റ്റ് ചെയ്ത് ഇവിടെ റെഡിയായി, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ആതിരേനെയും ജ്യോതിനെയും വിളിക്കാം. ഫസ്റ്റ് ആദ്യം ടേസ്റ്റ് ചെയ്യും. ആരെങ്കിലും ഒരാൾ ടേസ്റ്റ് കാണിക്കും. ചൂടുണ്ടാവും. പിന്നെ ആ മസാലയോടെ ഫസ്റ്റ് നാരങ്ങ പിഴിയണ്ടേ? ചെറുതായിട്ടൊന്ന് നാരങ്ങ പിഴിയാം, അതാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഏണ്ട് കറക്റ്റ് ബീഫിന്റെ ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റ് ഇല്ലേ? ആ പെപ്പറിന്റെ നല്ല കിട്ടുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് സത്യം പറയാലോ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സാധനം കഴിക്കാൻ വേണ്ടിട്ട്, ബീഫിന്റെ നാക്ക്. കാരണം അത് ക്ലീൻ ചെയ്യണതും ഒക്കെ വീഡിയോ എടുത്തോണ്ടിരുന്ന ഞാൻ. അപ്പോൾ അത് കണ്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഹാർട്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നാക്കിന്റെ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു. അടുത്ത ജ്യോതി കഴിക്കും. നന്നായില്ലേ? ഇതിന്റെ കൂടെ മാച്ച് ഏതാ? പൊറോട്ട പൊറോട്ട. അടുത്ത് ഞാൻ കഴിച്ചു നോക്കാം. അടിപൊളിയുണ്ട് അല്ലേ? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്ക് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് ആ മസാലയോടെ കഴിക്കരുത്. എങ്ങനെയുണ്ട്? നന്നായി. ബീഫും അതല്ലേ? അതെ. അടുത്ത അമ്മ കഴിച്ചു. ആ മസാലയോടെ ചേർത്ത് കഴിക്കും, അങ്ങനെ കഴിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എങ്ങനെ ഉണ്ട് എന്നുള്ളത്
കമൻറ്റിൽ ഇടുക. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. Bye.